തുടയല് മുതൽ രണ്ടു കാലും അറുത്തുമാറ്റപ്പെട്ടു, രണ്ടു കൈകളും അറുത്തുമാറ്റപ്പെട്ട ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഹോസ്പിറ്റലിലെ ബെഡിൽ കിടക്കുന്നു. ആ പെൺകുട്ടിയുടെ അടുത്ത് അതിന്റെ അമ്മ ഇരിക്കുന്നുണ്ട്, മാതാവ് ഇരിക്കുന്നുണ്ട്. മാതാവിന്റെ മടിയിൽ ഒരു ആൺകുട്ടിയും അതുപോലെ തന്നെ കിടക്കുന്നു. ആ ആൺകുട്ടിയും ഈ ബോംബിങ്ങിൽ ചിതറിത്തെറിച്ചു പോയിട്ടുള്ള ശരീരഭാഗങ്ങൾ ചോരപ്പാടുകളുമായി നിൽക്കുന്ന കാഴ്ചയാണ്. ആ അമ്മ, ആ മാതാവ് ഈ പെൺകുട്ടിയുടെ കയ്യിലും ഈ പെൺകുട്ടിയുടെ ശരീരത്തിലും അതോടൊപ്പം തന്നെ ഈ മാറിടത്തിലേക്കും ഈ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്നു. ഞാൻ ആ കാഴ്ച കണ്ടപ്പോൾ ആലോചിച്ചത്, ഈ അറബിക്കടൽ മുഴുക്കെ കണ്ണുനീരായാലും ആ ഉമ്മയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നടക്കുന്ന അലകടൽ പോലെയുള്ള സങ്കടത്തിന് പകരമാകാൻ സാധ്യമാകില്ല എന്നതാണ്. ഞാൻ മറ്റൊരു കാഴ്ച കണ്ടത്, ഇവിടെ ഞാൻ ബഹുമാന്യനായ സമദാനി സാഹിബിനോട് പറയുകയും, ഒരു 9-10 വയസ്സുള്ള ഒരു കുഞ്ഞുമോൻ അവനവന്റെ കുഞ്ഞു പെങ്ങളെ തലയിലേറ്റിയിട്ട് ഓടുന്ന രംഗമാണ്. തലയിലേറ്റി ഓടുന്ന രംഗം, ഏതോ അതിർത്തികളിലേക്ക് ആ കുഞ്ഞിങ്ങനെ പാദരക്ഷ പോലുമില്ലാതെ മണൽക്കാട്ടിലൂടെ ഓടുമ്പോൾ അവൻ അലറിക്കരയുന്നുണ്ട്, അവൻ നിലവിളിച്ചാർക്കുന്നുണ്ട്. പക്ഷേ ആ നിലവിളികളൊന്നും പോലും കേൾക്കാത്ത പോലെ നിസ്സംഗമായി ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു കുഞ്ഞാണ് 3-4 വയസ്സുള്ള ആ പെൺകുട്ടി. അവരുടെ ഉമ്മയും അവരുടെ വാപ്പയും അവരുടെ സഹോദരന്മാരും മറ്റു ബന്ധുമിത്രാദികളും കൊല്ലപ്പെട്ടു പോയേക്കാം. എന്താണ് ഈ ഭൂമിയിൽ നടക്കുന്നതെന്ന് പോലും അറിയാത്ത ആ നിഷ്കപടമായ മുഖം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് എത്രമേൽ ക്രൂരമാണ്, എത്രമേൽ ഭീകരമാണ് ഗസ എന്ന് പറയുന്ന കൊച്ചു മുനമ്പിൽ മനുഷ്യരാശിയെ മുഴുക്കെ ഏറ്റവും വലിയ കുറ്റബോധത്താൽ തല താഴ്ത്തുന്ന വിധം കാണുന്നത് എന്ന് നാം ഒന്ന് മനസ്സിലാക്കിയാൽ മതി.